സംസ്ഥാനത്ത് പവർ കട്ടില്ല, ഇനി മുതൽ പവർ ഫെയിലിയർ ആണ്. പറഞ്ഞത് വേറെ ആരുമല്ല കേട്ടോ, വൈദ്യുതി മന്ത്രി സണ്ണി ജോസഫ് ആണ്. ഉദാഹരണ സഹിതമാണ് പറഞ്ഞേക്കുന്നത്. നമുക്ക് അതൊന്ന് കാണാം. ആദ്യമേ തന്നെ സംസ്ഥാനത്ത് പവർ കട്ട് ഉണ്ടാവില്ലെന്നും ഇപ്പോഴുള്ളത് പവർ ഫെയിലിയർ ആണെന്നും മന്ത്രി സണ്ണി ജോസഫ്. വൈദ്യുതിയുമായി ബന്ധപ്പെട്ട് സ്വയം സംതൃപ്തമായ സാഹചര്യം ഉണ്ടാക്കേണ്ടത് പ്രധാനമാണെന്നും മന്ത്രി അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് പറഞ്ഞു. മനുഷ്യന് ജീവിക്കാൻ അത്യാവശ്യമായ വായു, ജലം പോലെ തന്നെ പ്രധാനപ്പെട്ട ഘടകമാണ് വൈദ്യുതി എന്നും ഈ മേഖലയുമായി ബന്ധപ്പെട്ട ഒട്ടേറെ കാര്യങ്ങളുണ്ടെന്നും അദ്ദേഹം എല്ലാം പഠിച്ചു വരികയാണെന്നുമാണ് പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ ഒരു ഏപ്രിൽ പകുതി ആയി കഴിഞ്ഞപ്പോൾ നമുക്കൊരു ലോഡ് ഷെഡിങ് ഉണ്ടായിരുന്നു. അന്ന് പക്ഷെ പറഞ്ഞത് മറ്റൊരു പേരായിരുന്നു. അന്നത്തെ CPM-ന്റെ വൈദ്യുതി മന്ത്രി കെ കൃഷ്ണൻകുട്ടി ഇത് പറഞ്ഞപ്പോൾ, അതായത് രാത്രി 10 മണിക്ക് ശേഷം പവർ കട്ട് ഉണ്ടായി കഴിഞ്ഞപ്പോൾ ഇതേ കോൺഗ്രസിലെ യൂത്ത് കോൺഗ്രസ്സുകാര് ഇലക്ട്രിസിറ്റി ഓഫീസിൽ പോയി കിടക്കുന്നു, ഇരിക്കുന്നു, സമരം ചെയ്യുന്നു. അതേപോലെ തന്നെ അവരെയും വൈദ്യുതി ഓഫ് ചെയ്തിട്ട് മറ്റുള്ളവരുടെ വിഷമങ്ങൾ എന്താണെന്ന് അറിയിക്കാനുള്ള സജ്ജത കാണിക്കുന്നു. ഇതെല്ലാം കണ്ടത് LDF ഭരിച്ചുകൊണ്ടിരുന്ന സമയത്താണ്. എന്നാൽ ഇപ്പോൾ, അതായത് പവർ ഫെയിലിയർ ഉണ്ടാവും കേട്ടോ, പവർ കട്ടല്ല എന്ന് പറയുമ്പോൾ ഇതേ ആൾക്കാർക്ക് ഇതേ വിഷമങ്ങൾ ഉണ്ടാവുകയില്ലേ? ഇപ്പോൾ ഈ ഒരു പ്രവൃത്തിക്ക് എതിരെ യൂത്ത് കോൺഗ്രസ്സുകാര് ഇനിയും ഇലക്ട്രിസിറ്റി ഓഫീസിൽ പോയിട്ട് കറന്റ് ഓഫ് ചെയ്യാൻ നിർബന്ധിക്കുമോ, അതോ നിങ്ങൾ കുത്തിയിരുന്ന് സമരം ചെയ്യുമോ? അതാണ് നമുക്കറിയേണ്ടത്. കാരണം വന്നു കഴിഞ്ഞപ്പോൾ, അതായത് ഇങ്ങനത്തെ ഒരു അരക്ഷിതാവസ്ഥ കേരളത്തിൽ LDF സർക്കാരിന്റെ നേതൃത്വത്തിൽ ഉണ്ടായി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ജനങ്ങളെ, അതായത് ഇരുട്ടിലാക്കുകയില്ല എന്നൊരു മുദ്രാവാക്യം പോലും യൂത്ത് കോൺഗ്രസ്സുകാർ വിളിച്ചിരുന്നു. പാവം പാവം അണികൾ എന്താ പറയാ. ഇതാ ഇപ്പൊ സണ്ണി ജോസഫ് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും എന്താ ഉണ്ടായേ? പവർ കട്ടല്ല, പവർ ഫെയിലിയർ ആണെന്ന് പറഞ്ഞു. ഇതേ സിസ്റ്റം തന്നെയല്ലേ, അതായത് ആരോഗ്യ വകുപ്പ് CPM-കാര് ഭരിച്ചുകൊണ്ടിരുന്ന സമയത്ത് ആരോഗ്യ വകുപ്പ് മോശമായിരുന്നപ്പോൾ സിസ്റ്റം ഫെയിലിയർ ആണെന്ന് പറഞ്ഞു. ഇപ്പോൾ പവർ കട്ടിന്റെ ഒരു ഇഷ്യൂ വന്നു കഴിഞ്ഞപ്പോൾ പവർ ഫെയിലിയർ ആണെന്ന് പറഞ്ഞു. പഴയ വീട് പുതിയ കുപ്പിയിലേക്ക് മാറ്റി സ്ഥാപിച്ചു എന്നല്ലാതെ ഈ ഒരു ഭരണത്തിൽ യാതൊരു മാറ്റവും വന്നിട്ടില്ല എന്ന് ഇനിയെങ്കിലും കേരളത്തിലെ ജനത മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. കാരണം പവർ കട്ട് ചെയ്തപ്പോൾ, അതായത് മാർച്ച് മാസവും ഏപ്രിൽ മാസത്തിന്റെ പകുതിയിലൊക്കെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് പവർ കട്ട് ഉണ്ടായിരുന്നു. ഈ പവർ കട്ട് രാത്രി 10 മണിക്ക് തുടങ്ങി 10:30 വരും, പിന്നെ ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ട് പിന്നെയും പോകും, പിന്നെ അരമണിക്കൂർ കഴിഞ്ഞിട്ട് വരുന്ന ഒരു പ്രതിഭാസം ഉണ്ടായിരുന്നു. അതിന്റെ നമ്മൾ പവർ കട്ട് എന്ന് വിളിച്ചു കഴിഞ്ഞപ്പോൾ അന്നത്തെ കെ കൃഷ്ണൻകുട്ടി പറഞ്ഞത് പവർ കട്ടല്ല, നമ്മൾ എല്ലാവരും ഒന്ന് കുറച്ച് അഡ്ജസ്റ്റ് ചെയ്യണം എന്നൊക്കെയാണ് പറഞ്ഞത്. അതിനെതിരെയാണ് യൂത്ത് കോൺഗ്രസ്സുകാരും അതായത് സകലമായ ആളുകളും ഇലക്ട്രിസിറ്റി ഓഫീസിൽ പോയിട്ട് അവരെന്താണോ സാധാരണ ജനങ്ങളുടെ വിഷമം അത് നിങ്ങളും അറിയണം, കാരണം നിങ്ങളും അങ്ങനെ മറ്റുള്ളവരുടെ പവർ കട്ട് വെച്ചിട്ട് നിങ്ങൾ ഇങ്ങനെ ഫാനും ലൈറ്റ് ഒന്നും ഇട്ട് സുഖലോലുപതയിൽ ഇരിക്കണ്ട എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് യൂത്ത് കോൺഗ്രസ്സുകാർ അവിടെ ചെന്ന് മെഴുകുതിരി കത്തിച്ച് ഇരുത്തിയിട്ട് അവരെ പണിയെടുപ്പിച്ചത്. ഇതൊന്നും കേരള ജനത മറന്നിട്ടില്ല. ഈ ഒരു സാഹചര്യത്തിലാണ് ഏതാനും മാസങ്ങൾ, അതായത് മെയ് 4-നാണല്ലോ റിസൾട്ട് എണ്ണിയത്. അപ്പോഴാണല്ലോ UDF അധികാരത്തിൽ വന്നത്. അത് കഴിഞ്ഞിട്ട് 10 ദിവസം കഴിഞ്ഞിട്ടാണ് നമുക്കൊരു മുഖ്യനെ തെരഞ്ഞെടുത്തത്. ഇതെല്ലാം കേരള ജനത കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഇടയ്ക്കാണ് ആദ്യമേ തന്നെ നമ്മുടെ വൈദ്യുതി മന്ത്രി സണ്ണി ജോസഫും ഇപ്പോഴത്തെ KPCC അധ്യക്ഷനുമായ മാർട്ടിനും കൂടിയിട്ട് ഒരു പത്രസമ്മേളനത്തിൽ പരസ്യമായിട്ട് അങ്ങ് പ്രഖ്യാപിച്ചത് കേരളത്തിൽ പവർ കട്ടില്ല കേട്ടോ, പവർ ഫെയിലിയർ മാത്രമേ ഉള്ളൂ. എന്താ രസം! ഇതൊക്കെയാണ് കേരളത്തെ കണ്ണിൽ പൊടിയിടുക, കേരള ജനതയെ പറ്റിക്കുക എന്ന് പറയുന്നത്. കാരണം ഞങ്ങൾ ഭരിക്കുമ്പോൾ എന്തുമാകാം, അവർ ഭരിക്കുമ്പോൾ ഓഹോ എന്നുള്ളൊരു നിയമമാണ്. ഇത് ശരിക്കും പ്രാബല്യത്തിൽ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ, അതായത് നമുക്ക് എല്ലാവർക്കും അറിയാം വൈദ്യുതി അത്രമാത്രം നമുക്ക് വേണ്ടത് തന്നെയാണ്. മനുഷ്യന് വായു എത്രത്തോളം വലുതാണോ അത്രത്തോളം തന്നെ വൈദ്യുതി നമുക്ക് വേണ്ടതാണ്. അതുകൊണ്ട് തന്നെ വൈദ്യുതി സംരക്ഷണം എന്നുള്ള കുഞ്ഞു പിള്ളേർക്ക് പോലും നമ്മൾ പറഞ്ഞു കൊടുക്കുന്നതാണ്. അനാവശ്യമായിട്ട് ലൈറ്റും ഫാനും ഒന്നും ഇട്ട് വെക്കരുത്, വൈദ്യുതി പാഴാക്കരുതെന്നൊക്കെ നമ്മൾ എഴുതിയും പറഞ്ഞും ഒക്കെ ചെയ്യുന്നത് നമുക്ക് ഒരു നാൾ പോലെ കണ്ടുവരുന്ന സാധനങ്ങളാണ്. പക്ഷെ ഇവിടെ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതെല്ലാം അറിയാമായിരുന്നിട്ടും കഴിഞ്ഞ ഒരു ഏപ്രിൽ പകുതി ആയി കഴിഞ്ഞപ്പോൾ ഇത്തരം ഒരു ഇഷ്യൂ ഇവിടെ കേരളത്തിൽ ഉണ്ടായി കഴിഞ്ഞപ്പോൾ, പ്രതിസന്ധി നേരിട്ട് കഴിഞ്ഞപ്പോൾ അതിന് സഹകരിക്കണമെന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകളാണ് അതിനെതിരെ മുദ്രാവാക്യം വിളിക്കാനായിട്ട് രംഗത്ത് വന്നത്. അത് കോൺഗ്രസ് ആണ്. നിങ്ങൾ ആലോചിച്ചില്ലേ? കാരണം ഭരണമാറ്റം ഉണ്ടാകും. അങ്ങനെ ഒരു ഭരണമാറ്റം വന്നു കഴിഞ്ഞാൽ അദ്ദേഹം പറഞ്ഞ അതേ പ്രതിസന്ധി തന്നെ കേരളത്തിൽ ഇപ്പോഴത്തെ ജനത അനുഭവിക്കും. അപ്പോൾ അധികാരത്തിലിരിക്കുന്നവർ ഇതുപോലെ തന്നെ പവർ കട്ടായിട്ടുള്ള ഒരു സംഭവം എടുക്കേണ്ടി വരും. അല്ലെങ്കിൽ ആ പവർ കട്ടിനോട് അനുബന്ധിച്ച് തന്നെ ഇത്ര സമയം ഡ്യൂറേഷൻ വ്യത്യാസപ്പെടുത്തി ചിലപ്പോൾ കട്ട് ചെയ്യേണ്ടി വരുന്നുള്ളത് നിങ്ങൾ ആലോചിച്ചില്ല. ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിലെ ജനതയെ കണ്ണിൽ പൊടിയിടുകയാണ് ചെയ്തിരിക്കുന്നത്. കാരണം CPM ഭരിച്ചിരുന്ന സമയത്ത് പവർ കട്ട് ചെയ്തപ്പോൾ അയ്യോ എന്തോ വലിയ സംഭവമാണെന്ന് കൊട്ടിഘോഷം നടന്ന നിങ്ങൾ അതേ പാത പിന്തുടരുകയാണ്.
ഇതേപോലെ അല്ലെ എല്ലാത്തിനെയും പാതകൾ നിങ്ങൾ പിന്തുടരുന്നത്. പക്ഷെ നിങ്ങൾ പല സ്ഥലത്തും പല കാര്യങ്ങളാണ് പറയുന്നത് മാത്രമേ ഉള്ളൂ. കേരളത്തിലെ ജനത ഒരു മാറ്റം എല്ലാം കൊണ്ടും ആഗ്രഹിച്ചിരുന്നു. പക്ഷെ ആ ഒരു മാറ്റം ആഗ്രഹിച്ചത് ഇടതുപക്ഷത്തിന്റെ അതേ പാത തന്നെ പിന്തുടരാനുള്ള മാറ്റമല്ല കേരളത്തിലെ ജനത ആഗ്രഹിച്ചത്. പക്ഷെ നിങ്ങളിപ്പോൾ എന്താ ചെയ്യുന്നത്? എന്താണോ ഇടതുപക്ഷം പറയുന്നത് അതിനെ ബാക്കി എവിടെ നിർത്തിയോ അവിടെ നിന്ന് തുടങ്ങുകയാണ്. ഇതൊക്കെയാണോ സണ്ണി ജോസഫ് ആദർശം എന്ന് പറയുന്നത്? കെ കൃഷ്ണൻകുട്ടി പറഞ്ഞു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തെ നിങ്ങൾ തന്നെ കരിവാരി തേച്ചതാണ്. അതൊന്നും ഇവിടെ ആരും മറന്നിട്ടൊന്നുമില്ല. യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം പോലും നമ്മളൊക്കെ ലൈവായിട്ട് കണ്ടതാണ്. അതേപോലെ ഒരു നാട് മുഴുവൻ തെരുവിലേക്ക് ഇറങ്ങിയ അവസ്ഥയും കണ്ടതാണ്. അതൊക്കെ ഇനിയും ആവർത്തിക്കപ്പെടും. കാരണം ഇത് മഴക്കാലമാണ്. അതുകൊണ്ട് കറണ്ട് ഒന്നും വേണ്ട എന്നൊരു ചിന്താഗതിയാണ് നിങ്ങളെ ഇങ്ങനെ ചെയ്യിക്കാൻ പ്രേരിപ്പിക്കുന്നതെങ്കിൽ ഇവിടെയുള്ള ബാക്കിയുള്ള പാർട്ടിയിലെ ആളുകൾ, അതായത് വലതുപക്ഷം ഭരിക്കുമ്പോൾ പ്രതിപക്ഷമായിട്ടുള്ള ആളുകൾ ഇതിനെതിരെ സമരം ചെയ്യും. ഉദാഹരണം KSRTC ബസ്സിൽ മെയ് 15 മുതൽ ഫ്രീ സർവീസ് കൊടുക്കുന്നു പറഞ്ഞപ്പോൾ ഇവിടെ മഹിളാ മോർച്ച ആളുകൾ കയറി സമരം ചെയ്തതാണല്ലോ. അതുകൊണ്ടാണല്ലോ ഇനിയിപ്പോൾ ജൂൺ 15 അത് മാറ്റി കൊടുക്കുമെന്ന് പറഞ്ഞ് ഇനിയും ഫ്രീ സർവീസ് ആക്കും, പിങ്ക് ബസ്സുകൾ രംഗത്തിറങ്ങുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ ജൂൺ 15 ആ വാക്കുകൾ പാലിച്ചില്ലെങ്കിൽ ഇതേപോലെ പ്രതിഷേധം ഇവിടെ അരങ്ങേറുന്നത് തന്നെയായിരിക്കും. അതുകൊണ്ട് തന്നെ വാക്കുകൾ പറയുമ്പോൾ സൂക്ഷിച്ച് ഉപയോഗിക്കണം പറഞ്ഞത് ഇത് തന്നെയാണ്. കാരണം CPM അധികാരത്തിൽ ഇരുന്നപ്പോൾ ഇതേ പ്രതിസന്ധി നേരിട്ട് കഴിഞ്ഞപ്പോൾ നിങ്ങൾ ഒരുപാട് പുച്ഛിച്ചു, സമരങ്ങൾ നടത്തി. ഇതെല്ലാം ഇതിപ്പോ തിരിഞ്ഞു വന്നിരിക്കുകയാണ്. അത് കർമ്മ തിരിഞ്ഞു വന്ന പോലെയാണ് ഇപ്പോൾ തിരിഞ്ഞു വന്നിരിക്കുന്നത്. വിത്തിൻ മന്ത്സ് എന്ന് തന്നെ നമുക്ക് പറയാം. ഒരുപാട് മാസങ്ങൾ എടുത്തിട്ടില്ല, വർഷങ്ങൾ എടുത്തിട്ടില്ല. അധികാരത്തിലേറി ഇതാ ആദ്യമേ തന്നെ എടുത്ത സ്റ്റെപ്സ് എല്ലാം തെറ്റി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് തന്നെയാണ് കേരള ജനത മനസ്സിലാക്കേണ്ട പാഠങ്ങൾ. കാരണം ഇത്രയും മാത്രം ഒരു 10 വർഷത്തെ അമർഷമാണ് നിങ്ങൾ ഇവർക്ക് കുത്തിക്കൊടുത്തതെങ്കിൽ ആ കുത്തിക്കൊടുത്തത് ശരിക്കും യഥാർത്ഥമായിട്ടുള്ള ആളുകൾക്ക്